അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രം പാലസ് മ്യൂസിയത്തിലെ കുറേ കാഴ്ചകളൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടു. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സെക്കൻഡ് വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ കാണാനുള്ളതെന്ന് ഇനി നോക്കാം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിറയെ ഇതേപോലത്തെ പെയിൻറ്റിങ്സ് ഉള്ളൊരു ഹാളിലാണ് കേട്ടോ. ഈ പെയിൻറ്റിങ്സൊക്കെ ഇവിടെ രാജാക്കന്മാരായിട്ട് ഉണ്ടായിരുന്ന ആളുകളുടെയാണ്. മൂലം തിരുനാൾ, വിശാഖം തിരുനാൾ, അങ്ങനെ ഓരോരുത്തരുടെയും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള പെയിൻറ്റിങ്സാണ് കേട്ടോ നമുക്കിവിടെ കാണാനായിട്ടുള്ളത്. ഒരുപാട് കാലപ്പഴക്കമുള്ള പെയിൻറ്റിങ്സ് ആണ് കേട്ടോ ഇതൊക്കെ. റിസർച്ച് ചെയ്യുന്നവർക്കൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. പിന്നെ അതാ മേലത്തെ ഈ ഡിസൈൻസ് കണ്ടില്ലേ, നമ്മൾ ആ വാളിൽ ഫസ്റ്റത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ബോർഡറിൽ കൊടുക്കുന്ന ഡിസൈൻസ്, ഇവിടെ അതേപോലെ തന്നെ അതിൽ കൊടുത്തുള്ള കളർ കോമ്പിനേഷൻസൊക്കെ ഭയങ്കര ഭംഗിയല്ലേ. ഈ മച്ചിൽ വരുന്ന മരപ്പണികൾ കണ്ടില്ലേ, നമ്മൾ ആ ഫസ്റ്റത്തെ വീഡിയോയിൽ ഇതേപോലത്തെ കുറച്ച് കണ്ടിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാളിലും മറ്റൊക്കെ ആയിട്ട്. അതുപോലെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇവിടെ. ഇതും നിറയെ കൊത്തുപണികളായിട്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഈ ഹാളിൻ്റെ വലതുവശത്തായിട്ടാണ് നമുക്ക് ഈ ഒരു നടുമുറ്റം വരുന്നത് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള ചെറിയൊരു നടുമുറ്റം. ഇനി ഈ നടുമുറ്റത്തിൻ്റെ അടുത്തായിട്ടാണ് നമുക്കിവിടെ കാണാനുള്ള ഏറ്റവും വലിയ അട്രാക്ഷൻ ആയിട്ടുള്ളതിൽ ഒന്ന്, അതായത് ബൊഹീമയെന്ന് കൊണ്ടുവന്നിട്ടുള്ള സ്ഫടിക സിംഹാസനമാണിത്. അതായത് നമ്മുടെ ക്രിസ്റ്റൽ ഉണ്ടല്ലോ അതിലുണ്ടാക്കിയിട്ടുള്ള സിംഹാസനമാണ്. രാജഭരണകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിംഹാസനമാണ് ഇത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വരുന്നത് ഐവറി ത്രോണാണ്. ഐവറി ത്രോൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ, നമ്മുടെ ആനക്കൊമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള സിംഹാസനമാണ് ഇത്. സ്വാതി തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് കേട്ടോ ഇങ്ങനത്തെ ഈ ഐവറിയിൽ, അതായത് ആനക്കൊമ്പിലേക്കുള്ള ആർട്ട് വർക്കിന് ഏറ്റവും കൂടുതൽ ഒരു പ്രചാരത്തിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇത് ഇവിടെ കാണുന്നതൊക്കെ ഈ കുഞ്ഞുങ്ങളെ കിടത്താനുള്ള തൊട്ടിലാണ്. ഇവിടെ തന്നെ ആയിട്ട് രാമവർമ്മയുടെ ഒരു പ്രതിമ ചെയ്തു വെച്ചിരിക്കുന്നത് കാണാം. അതും ആനക്കൊമ്പിൽ തീർത്താണ്. ഇത് ഇഷ്ടംപോലെ ഇങ്ങനത്തെ ആനക്കൊമ്പുകൾ ഈ മ്യൂസിയത്തിനുള്ളിൽ കാണാനുണ്ട് കേട്ടോ. ഇതൊക്കെ എത്ര വില മതിക്കുന്നതാണെന്ന് പറയുകയ്യ. ഈ കാണുന്ന സ്റ്റെയറും ഡോറും കണ്ടില്ലേ, ഇതുവഴിയാണ് ഒരു രഹസ്യ ടണലുള്ളത്, അതായത് തുരങ്കമുള്ളത്. ഈ തുരങ്കം വഴിയാണ് രാമവർമ്മ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്, നമുക്കത് വഴിയൊന്നും കയറാനൊന്നും പറ്റില്ല കേട്ടോ. ഇനി വീണ്ടും ഇതേപോലെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ ഉള്ളൊരു ഹാളാണ് ഉള്ളത്. ഇത് നമുക്ക് ഇഷ്ടം പോലെ. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ചിത്രശാല മ്യൂസിയം ഉണ്ട്. അവിടെ ഇതേപോലെ ഫോട്ടോഗ്രാഫ്സ്, അത് അന്നത്തെ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തിട്ടുണ്ടായിരുന്ന ഓരോ ചടങ്ങുകൾക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നിറയുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കിത് കുറച്ച് ആയുധശേഖരം കാണാനുണ്ട്. ഇതൊക്കെ തോക്കുകളാണ്, അന്ന് ഉപയോഗിച്ചിരുന്ന തോക്കുകളാണ്. ഇനി മേലെ നമുക്ക് ഇഷ്ടം പോലെ ഇനി വെപ്പൺസൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് മേലത്തെ ഹാളിലേക്കൊന്ന് കയറി നോക്കാം. മേലേക്ക് നമ്മൾ കയറി വന്നതും ഈ ഒരു ഹാളിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഹാളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഈ മച്ചിലുള്ള ഈ ഡിസൈൻ പെയിൻറ്റിങ് വർക്ക് തന്നെയാണ്. അതിൽ ലൈറ്റിങ്ങും കൂടി ആകുമ്പം അതിൻ്റെ കാര്യം പറയുക വേണ്ട, അത്രയ്ക്കും ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ കാണുമ്പോൾ ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് കേട്ടോ. അതൊക്കെ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇത് സൂം ഔട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ് അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെയാണ് ഈ ഹാൾ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ചെറിയൊരു ഹാളാണ് കേട്ടോ അത്. അവിടുന്ന് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാളിലേക്കാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. ഇവിടെ കുറേ പണ്ട് ഉപയോഗിച്ചിരുന്ന നിലവിളക്കുകൾ, അന്നത്തെ കുറേ കട്ടിലുകൾ, ഉപകരണങ്ങൾ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് നമുക്ക് കാണാനായിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു നിലവിളക്കിൽ തന്നെ കണ്ടില്ലേ, ഇതൊരു നടുവിൽ അതിൻ്റെ ഒരു വിളക്കിൻ്റെ തണ്ടായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊരു മരം പോലെയാണ്. അതിന്ന് ചില്ലകൾ വന്നിട്ട് അതിൽ ദീപങ്ങൾ, വിളക്കുകൾ നിൽക്കുന്ന പോലത്തെയൊക്കെ ഡിസൈനാണ്. പിന്നെ അത് ഈ കാണുന്ന സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് നാദസ്വരം പോലെയൊക്കെ ഉണ്ടാവും കണ്ടു കഴിഞ്ഞാൽ. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൗരി കലം എന്നാണ് അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതായത് എന്തെങ്കിലുമൊക്കെ പ്രത്യേക ഒക്കേഷൻസ് ഉള്ള സമയത്ത് അനൗൺസ് ചെയ്യില്ലേ കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇത്. ഒരു കുഴലാണത്. ഇതിൻ്റെ അകത്ത് നമുക്കിനി വീണ്ടും കാണാനുള്ള ഇതേപോലെ കുറേ ആനക്കൊമ്പുകൾ, നിലവിളക്കുകൾ, തൂക്കുവിളക്കുകൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതേപോലെ ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇനി ഒരു ആട്ടുകട്ടിലുണ്ട്. പക്ഷെ നമുക്ക് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, കയറിയിരിക്കാനുള്ള പെർമിഷനൊന്നുമില്ല. ഇതൊക്കെ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്നതായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിട്ട് ഇത് സപ്രപഞ്ചക്കട്ടിലാണോ എന്ന് അറിയില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു കട്ടിലുണ്ട്, ഒരു കിട്ടിലൻ ഡിസൈനൊക്കെ കൊടുത്തിട്ട് ഏതൊരു ആനിമലിൻ്റെ കാല് പോലെയൊക്കെയാണ് കേട്ടോ. കട്ടിലിൻ്റെ കാല് കൊടുത്തിട്ടാണ് കണ്ടില്ല, നഖത്തിൻ്റെ പോർഷൻ വരെ അവർ അതിനകത്ത് കാലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിലും നമ്മൾ കയറിയിരിക്കാനൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഡയറക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്.
ഈ ആനക്കൊമ്പിലൊക്കെ ചെയ്തു വെച്ച സിംഹാസനമൊക്കെ ഇവിടുത്തെ ഏറ്റവും മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചെന്നല്ലോ. പക്ഷേ പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ആനക്കൊമ്പിൽ തന്നെ ചെറിയ കുറേ സാധനങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് അവിടെ ഒരു മേലെ ഒരു കൈപ്പയ്ക്ക് കണ്ടില്ലേ, അതുപോലെ ആന, കുതിര, ജിറാഫ്, ഒട്ടകം, എലി, അതുപോലെ കുറേ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ്, ചെറിയ ഒന്നുമല്ലാതെ പ്രത്യേകതകളൊന്നുമില്ലാത്ത ചെറിയ കാര്യങ്ങൾ വരെ ആനക്കൊമ്പിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് എത്ര ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഈ ഒരു ഐവറി ക്രാഫ്റ്റിങ്ങിൽ തോന്നിയത് ഇതിങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. എന്താ കണ്ടില്ലേ, എത്രത്തോളം ഒറിജിനാലിറ്റി ആയിട്ടാണ് അവരിതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കി നോക്ക്. ഇതെല്ലാം ഐവറി ക്രാഫ്റ്റിങ്ങിൽ ഇവിടെ നിങ്ങൾക്ക് കാണാനുള്ള കാഴ്ചകളാണ്. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന മാനിൻ്റെ കണ്ടില്ലേ, അതിൻ്റെ ആ ഒരു കണ്ണ് പോലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത്, കൊമ്പിൻ്റെ പോർഷൻ എല്ലാം. ആനക്കൊമ്പിൽ മാത്രമല്ല കേട്ടോ, അതേപോലെ ഇത് ഈ ഗ്ലാസ്സിൽ ചെയ്തിട്ടുള്ള കുറേ ക്രാഫ്റ്റ് വർക്കൊക്കെ ഇവിടെ കാണാനുണ്ട്. അതുപോലെ തന്നെ മെറ്റലിലുള്ള ക്രാഫ്റ്റ് വർക്ക് നിറയെ കാണാനുണ്ട്. അതായത് പണ്ടത്തെ ഓരോ കലാരൂപങ്ങൾ, ആചാരങ്ങൾ, അതിൻ്റെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മെറ്റലിൻ്റെ വർക്കിലും ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് കാണാം. പിന്നെ ഇതാണ് നമ്മുടെ ചെങ്കോൽ എന്ന് പറയുന്ന സാധനം. ഇത് ഇവരെ കണ്ടിട്ടില്ല. നമ്മൾ ഈ കിരീടം ചെങ്കോൽ എന്നൊക്കെ പറയില്ലേ, രാജാക്കന്മാരുടെ കയ്യിലുണ്ടാവുന്നത്, അതിലെ ചെങ്കോലാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലത്തെ ആർട്ട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഇങ്ങനെ കാണാനുള്ളതായിട്ടുള്ളത്. അപ്പോൾ പഴയ വീഡിയോയിൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ അതും നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതേപോലെ തന്നെ അവസാനത്ത് ഇനിയൊരു വീഡിയോ കൂടി നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതിനകത്ത് ഇവിടുത്തെ വെപ്പണറീസ് കാര്യങ്ങൾ, അതായത് ആയുധ ശേഖരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളിതുവരെ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ ബൈ ബൈ.